വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നു. നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 7 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. വലിയ സ്ഫോടനമാണ് നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതും സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? അശ്വതി, ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്നലെ രാത്രി 11:30 ഈ സ്ഫോടനം നടക്കുന്നത്. കാരണം നൌഗാം പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മതിലുകളിൽ പതിച്ച പോസ്റ്ററുകൾ, പരിസര പ്രദേശങ്ങളിൽ പതിച്ച പോസ്റ്ററുകൾ, ആ പോസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് കൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘത്തെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. കാരണം 19-ാം തീയതിയാണ് ജയ്ഷെ അനുകൂല പോസ്റ്ററുകൾ നൌഗാം പോലീസ് സ്റ്റേഷന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിൽ നടത്തിയ അന്വേഷണമാണ് പിന്നീട് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഏതാണ്ട് 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് അന്ന് പിടികൂടിയത്. ഏതാണ്ട് 350 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും അതിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് നൌഗാം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. കാരണം ആ കേസ് എടുത്തത് ആദ്യം നൌഗാം പോലീസ് ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇന്നലെ ആ പരിശോധന നടക്കുകയായിരുന്നു. കാരണം 2 പേരെ ജമ്മു കാശ്മീർ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ചോദ്യം ചെയ്തു വരികയാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു പരിശോധന ജമ്മു കാശ്മീർ പോലീസ് ഈ സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ച് നടത്തിയത്. പോലീസിന് പുറമെ ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, തഹസിൽദാർ ഉണ്ടായിരുന്നു, മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സമയത്ത് പരിശോധന നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത്. ഏതായാലും വലിയ സ്ഫോടനമാണ് നടന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ ഭീകരത വ്യക്തമാകും. ഇതുകൂടാതെ സ്റ്റേഷൻ ആകെ കത്തിച്ചാമ്പലാകുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ കത്തിനശിച്ചു. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരമനുസരിച്ച് 7 പേരാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. പക്ഷേ ഈ പോലീസുകാർക്ക് പുറമെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും തഹസിൽദാരും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നിരവധി ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഷനകത്തുണ്ടായിരുന്നു. അതാണ് ഈ അപകട നിരക്ക് ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. 20-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അതിൽ തന്നെ 5 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി ഈ അപകടം നടന്ന സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പ്രത്യേകിച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനം നടന്നത്. പക്ഷേ ഈ സ്ഫോടനം നടന്നതിന് ശേഷം, വലിയ സ്ഫോടനം ഉണ്ടായതിനു ശേഷം ചെറിയ പൊട്ടിത്തെറികൾ പിന്നീടും ഉണ്ടായി. ഇതാണ് മറ്റു ചിലർക്ക് പരിക്കേൽക്കാനുള്ള കാരണം, ഒപ്പം രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും നിലവിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസ് അറിയിക്കുന്ന വിവരം അനുസരിച്ച് ഇതൊരു ഭീകര ആക്രമണം അല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായൊരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരമൊരു കാര്യങ്ങളെല്ലാം മറിച്ച് ഇത് ഈ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ ഉണ്ടായ അപകടമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഒക്കെ തന്നെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് വരികയാണ് നിലവിലെ സാഹചര്യം. ഒപ്പം ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്കുള്ള വാഹനങ്ങൾക്കൊക്കെ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആളുകളെ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. ആ പ്രദേശമാകെ ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനം അവസാനിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്നിരുന്നാൽ പോലും എങ്ങനെ ഇത് പൊട്ടിത്തെറിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ കേസ് അന്വേഷിക്കുന്നത് NIA ആണ്. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ അറസ്റ്റ് അടക്കം, ഡൽഹി സ്ഫോടനത്തിന് ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കൊക്കെ തന്നെ കടന്നിരുന്നു. എങ്കിൽ പോലും ആദ്യം ഈ കേസിനൊരു തുമ്പുണ്ടാകുന്നത് ഇത്തരത്തിൽ ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘത്തെക്കുറിച്ചുള്ള ഒരു തുമ്പുണ്ടാകുന്നത് നൌഗാം പോലീസിന്റെ അന്വേഷണത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ ആ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള കാരണവും. അശ്വതി, അതാണ് രാകേഷ്. ഈ വിഷയത്തിൽ ഏറ്റവും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ടാകില്ലേ? അതൊക്കെ അവിടെ പാലിക്കപ്പെട്ടു എന്നാണോ? വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്കിലും അത് സംബന്ധിച്ച നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
അതെ ശ്രുതി, അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും രാത്രി പ്രത്യേകിച്ച് 11:30 ഈ സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് രാത്രി പരിശോധന നടത്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ രാത്രി പരിശോധന നടത്താമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പോലീസ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ തഹസിൽദാർ തുടങ്ങി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എങ്ങനെ ഇത് പൊട്ടിത്തെറിച്ചു, അലക്ഷ്യമായി ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു ഭീകര സംഘത്തെക്കുറിച്ചുള്ള തെളിവുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനൊരു സംഘമുണ്ട് എന്നത് അന്വേഷണത്തിലേക്ക് നയിച്ചത് ഈ ജമ്മു കശ്മീർ പോലീസാണ്, നൗഗാം പോലീസ് തന്നെയാണ്. അവരാണ് ഇത്തരത്തിൽ ഈ കേസിന് ഒരു തുമ്പുണ്ടാക്കുന്നത് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ അതിനൊരു തുമ്പുണ്ടാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഈ അപകടത്തിന് ഇരയായിരിക്കുന്നത്. പക്ഷേ കൊല്ലപ്പെട്ടവർ, മരിച്ചവർ ആരൊക്കെ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ഈ ജമ്മു കശ്മീർ പോലീസ് പുറത്തുവിട്ടില്ല. അക്കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അതാണ് ഡൽഹി സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ രാകേഷ്, ഈ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന വലിയ എമൗണ്ട് സ്ഫോടക വസ്തുക്കൾ, അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ച പ്രകാരം കൃത്യമായ ആസൂത്രണത്തോടെ എത്രയോ നാളുകളായി ഉള്ള ആസൂത്രണത്തിന്റെ ഫലമായാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് അതുമായി ബന്ധപ്പെടുന്നത് ഈ അപകടം? അതെ ശ്രുതി, ഡൽഹി സ്ഫോടനം നടത്താൻ ആസൂത്രണം, ഈ ഡൽഹി സ്ഫോടനത്തിന് തൊട്ടു മുമ്പാണ്, ഏതാണ്ട് 24 മണിക്കൂറിനോ അല്ലെങ്കിൽ ഒരു ദിവസം മുൻപും ആണ് ഇത്തരത്തിൽ ഫരീദാബാദിൽ നിന്ന് 2 ഇടങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത്. ഏതാണ്ട് 3000 കിലോയ്ക്കടുത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടി. അമോണിയം നൈട്രേറ്റ് തന്നെ അതിനകത്ത് ഏതാണ്ട് 350 കിലോ ഉണ്ടായിരുന്നു. ആ സംഘത്തിന്റെ ഭാഗമായിരുന്നു ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഫരീദാബാദിൽ നിന്നടക്കം ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതാണ് ഇത്തരത്തിലൊരു ആസൂത്രണത്തോടെ അല്ലെങ്കിൽ പാനിക്കായി എന്ന തരത്തിൽ പറയാവുന്ന സാഹചര്യം ഉമറിന് ഉണ്ടായത്. അതാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ ആസൂത്രണത്തോടെ അല്ല ഡൽഹി സ്ഫോടനം നടത്തിയത് എന്ന നിഗമനത്തിലേക്കൊക്കെ തന്നെ അന്വേഷണ സംഘം എത്താൻ കാരണം കൂട്ടാളികൾ പലരും അറസ്റ്റിലായി, സ്ഫോടക വസ്തുക്കൾ പിടികൂടി. അതിൻ്റെ ഒരു ആശങ്കയൊക്കെ തന്നെ ഉമറിന് ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ജമ്മു കശ്മീർ പോലീസ് അല്ല ഇപ്പോൾ നിലവിൽ ഡൽഹി സ്ഫോടനം അന്വേഷിക്കുന്നത്. ആ കേസ് NIA ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഹരിയാന പോലീസിന്റെ സഹായത്തോടു കൂടി ഏതാണ്ട് 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് ജമ്മു കശ്മീർ പോലീസാണ്. മാത്രവുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 2 അറസ്റ്റ് ജമ്മു കശ്മീർ പോലീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് സ്വാഭാവികമായും നടപടിക്രമങ്ങൾ എന്നതിൻ്റെ ഭാഗമായിട്ട് വേണം ഈ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കളുടെ പരിശോധന പോലീസ് നടത്തിയത്. അവിടെ ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഇപ്പോൾ വലിയ അപകടം ഏതായാലും സംഭവിച്ചിരിക്കുന്നു.